Start recording the session. Okay, so in today's session, we are going to start with a core paper. Okay, in the previous sessions, we were discussing with our general English paper, and I think we had covered almost 3 topics in it. അതിലുള്ള 4 ടോപ്പിക്സിൽ 3 ടോപ്പിക്സും നിലവിൽ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. Now let's move into our core paper. But before moving into the core paper, I want myself to introduce yourself with this particular syllabus of the paper, right? Okay, can you see my screen? Are you able to see my screen? Yes, sir. Okay, so let's go to page number 17 where the particular syllabus is. Now you can see here, this is the title of the paper, Art and Literary Aesthetics. So this is the title of the paper that we are going to study. All right, so let me define the title. There are 3 important terms over here. Number 1, art. Number 2, literary. And number 3, aesthetics. For art, kalayana. Literary എന്ന് പറയുന്നത് സാഹിത്യ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളെയാണ് ലിറ്റററി എന്ന് പറയുന്നത്. ഈസ്തറ്റിക്സ് സൗന്ദര്യ ബോധം അല്ലെങ്കിൽ സൗന്ദര്യ കല. ഇതിനെക്കുറിച്ച് ഇവ തമ്മിൽ എന്തെങ്കിലും അഭേദ്യമായ ബന്ധമുണ്ടോ എന്നാണ് ഈ ഒരു പേപ്പർ പരിശോധിക്കുന്നത്. സോ ഇറ്റ് ഈസ് it's a matter of no doubt to state that art, literature and aesthetics, കലയും സാഹിത്യവും സൗന്ദര്യ കലയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു കലാകാരൻ ഒരു നല്ല സൗന്ദര്യ ആസ്വാദകൻ കൂടിയാണ്. നല്ല കൃതികൾ, നല്ല സാഹിത്യ രചനകൾ സൃഷ്ടിക്കണമെങ്കിൽ നല്ല സാമൂഹിക അവബോധവും വായനാശേഷിയും വിവരവും ഉണ്ടായാൽ മാത്രം പോരാ. നല്ല രീതിയിൽ സൗന്ദര്യം ആസ്വദിക്കുവാനും ആ സൗന്ദര്യത്തിനെ അക്ഷരങ്ങളിലൂടെ പകർന്ന് സാഹിത്യ രൂപത്തിൽ പകർന്ന് നൽകുവാനുള്ള കഴിവും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. So it is, proven, it's a proven fact that art is related to with of course with literature and aesthetics, and the paper is trying to find out whether there is any kind of relation between these 3 entities, between these 3 areas. ഈ 3 കാര്യങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. Now, are you able to hear me? Can you hear me? Can you confirm? Yes, sir. Thank you. Now, let me go to the area that we are going to discuss. But before that, there are some objectives written in this syllabus. ഈ ഒരു പേപ്പർ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വാംശീകരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി കരുതുന്നത്. By studying this paper, it is believed that you will be able to acquire these 3 things. Let's see what are those 3 things. Number 1, gain an understanding of the various movements in art history and how they relate to literature. സാഹിത്യവും അതുപോലെ തന്നെ കലാമൂല്യമുള്ള ചില ചിന്തകളുണ്ട്. art movements എന്ന് നമ്മൾ പറയും. For example, you have all heard of romanticism, isn't it? റൊമാൻറ്റിസിസം മലയാളത്തിൽ പറയും കാൽപ്പനികത എന്ന് നമ്മൾ പറയും. കാൽപ്പനികത പണ്ട് ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഒരു ചിന്തയാണ്, ഒരു വീക്ഷണമാണ്. ഇത് തീർച്ചയായിട്ടും സാഹിത്യ രംഗത്ത്
പ്രകടമായിട്ട് തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കണ്ടിരുന്നു. ഫോർ എക്സാമ്പിൾ, വേർഡ്സ്വർത്തിന്റെ കവിതകൾ, ഷെല്ലിയുടെ കവിതകൾ, കോൾറിഡ്ജിന്റെ കവിതകൾ, ഇവയെല്ലാം തന്നെ റൊമാൻറ്റിക് കവിതകളുടെ കീഴിലാണ് പെടുത്തിയിരിക്കുന്നത്. റൊമാൻറ്റിസിസം ഒരു തരം ചിന്തയാണ്, ഒരു വിശ്വാസമാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിരിക്കുന്നത് റൊമാൻറ്റിക് കവിതകൾ. റൈറ്റ്. അത്തരം മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അത്തരം ചിന്തകൾ, അത്തരം തത്വചിന്തകളുമായിട്ട് സാഹിത്യത്തിന് ബന്ധമുണ്ടോ എന്ന് ഈ ഒരു പേപ്പറിലൂടെ പരിശോധിക്കുന്നു. നമ്പർ 2, engage with works of art that directly refer to literary works and draw inspiration from art. എങ്ങനെയാണ് സാഹിത്യം മറ്റ് കലാ സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുവാനുള്ളത്, സാഹിത്യം പലപ്പോഴും സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പല എഴുത്തുകളും, പല നോവൽസ്, പല കൃതികളും പിന്നീട് സിനിമ രീതിയിലേക്ക് അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല കവിതകളും അക്കാലത്തുണ്ടായിരുന്ന പ്രശസ്തമായ ചില ചിത്രങ്ങളിൽ നിന്ന്, ചിത്രങ്ങളിൽ നിന്നും ഒക്കെ ഉദ്ബോധനം നേടിക്കൊണ്ട് ആ ഒരു പരസ്പര ബന്ധം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ ആർട്ട് ഇൻ ജനറൽ, ബി ഇറ്റ് എ പെയിന്റിംഗ്, ബി ഇറ്റ് എ ഫിൽം, ബി ഇറ്റ് എ ഡാൻസ്, ബി ഇറ്റ് എ മൂവി, ഇറ്റ് ഹാസ് ഇറ്റ്സ് ക്ലോസ് കണക്ഷൻ വിത്ത് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറുമായിട്ട് സാഹിത്യത്തിന് മറ്റ് കലാ മേഖലകളുമായി അഭേദ്യമായ ബന്ധം ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുക കൂടിയാണ് ഈ ഒരു പേപ്പർ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം. That is another objective. Now, number 3, recognize how all forms of art are part of a continuum. പൊതുവെ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് പൊതുവായ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സാഹിത്യ വിദ്യാർത്ഥികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംഗലേയ സാഹിത്യം പഠിക്കുന്നവരോ, മലയാളം സാഹിത്യം പഠിക്കുന്നവരോ, അല്ലെങ്കിൽ ഫ്രഞ്ച് സാഹിത്യം പഠിക്കുന്നവരോ എന്നുള്ള വ്യത്യാസമില്ലാതെ പൊതുവെ എല്ലാ സാഹിത്യ വിദ്യാർത്ഥികളുടെയും ഒരു തെറ്റിദ്ധാരണ, സാഹിത്യം മാത്രം വായിച്ച് പഠിച്ചാൽ മാത്രം മതി, സാഹിത്യത്തിന് മറ്റ് കലാരൂപങ്ങളുമായി യാതൊരു ബന്ധമില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ പണ്ട് മുതലേ ഉണ്ട്. ദാറ്റ് ഈസ് എ റോങ് thought, I should say, because literature of every era, ഓരോ കാലഘട്ടത്തിലെയും സാഹിത്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവ അക്കാലത്ത് ഉണ്ടായിരുന്ന മറ്റ് കലാ സൃഷ്ടികളുമായിട്ട്, പ്രത്യേകിച്ച് പെയിന്റിംഗ്, ഡാൻസ്, മ്യൂസിക്, ഇവയുമായിട്ടൊക്കെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാഹിത്യ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിലൂടെ പറഞ്ഞു തരുന്നത്, സാഹിത്യം എന്ന് പറയുന്നത് മറ്റ് കലകളിൽ നിന്നും വിഭിന്നമല്ല, മറ്റ് കലകളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ സമൂഹത്തിനെ നിർമ്മിക്കുക എന്നുള്ള കർത്തവ്യം മാത്രമാണ് സാഹിത്യം ചെയ്യുന്നത്. ലിറ്ററേച്ചർ contributes into the formation of the society, and it has its connection with the other forms of art, especially movies, paintings, dance, etc. Did you understand? Are you able to hear me? Kelkan pattunundo? Yes, sir. Okay. Now, let's check into the syllabus. This entire syllabus has nearly 3 modules. 3 modules ആയിട്ടാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഈ 3 മോഡ്യൂൾസിലും നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കുവാനുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് യു ഷുഡ് ബി ഏബിൾ ടു റീഡ് through the entire syllabus and study it very thoroughly. Okay. And if you go down, you can see some recommended reading. അതായത്
റെക്കമെൻഡഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വായിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു പേപ്പറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന കുറച്ച് റെക്കമെൻഡഡ് റീഡിംഗ് ആണ്. ഇവയെല്ലാം തന്നെ വളരെ ഒരു പ്രയോജനകരമായ രീതിയിലാണ് യൂണിവേഴ്സിറ്റി അടുക്കി വെച്ചിരിക്കുന്നത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദം ആർ അവൈലബിൾ ഓൺ ഇന്റർനെറ്റ്. മോസ്റ്റ് ഓഫ് ദം ആർ ഇന്റർനെറ്റ് സോഴ്സസ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. യു ക്യാൻ ക്ലിക്ക് ഓൺ ദീസ് links and then you can go to that particular website and then refer them. Did you understand? I hope you can understand. So if you want to read more on these, you can do it. Right, so there are ഒത്തിരി തന്നിട്ടുണ്ട്, അവയൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. Now let's go to the syllabus which I am supposed to teach. Now I am going to read along with you module number 2. Now the title of the module number 2 is Literature and Visual Arts Part 2. Now ഇത് literature and visual arts എന്നാണ് പറയുന്നത്. സാഹിത്യം, literature, and now what is visual arts? Visual arts എന്ന് പറഞ്ഞാൽ നമ്മൾ കാഴ്ച അനുഭൂതിയിലൂടെ നമുക്ക് കാഴ്ചയെ അനുബന്ധമായി ഉപയോഗിക്കുന്ന കലാമൂല്യമുള്ള കാര്യങ്ങളെയാണ് വിഷ്വൽ ആർട്സ് എന്ന് പറയുന്നത്. Now when you look into visual arts, you can say that film is a visual art. Film is a visual art. Painting is a visual art. ചിത്രകല ഒരു വിഷ്വൽ ആർട്ടാണ്. Photography is a visual art. Even, handwriting is a visual art. Painting, drawing, interior design, all these are visual arts. Now, is there a connection between literature and visual arts? This is what we are going to explore in this module. And this module is part 2. That means this is a continuation of the first module. Did you understand? Right. So module 1 is entitled Literature and Visual Arts Part 1, which is being taught by another teacher. I'm going to teach the part 2 of the first module, right, which is a continuation of the first module. Right. Now let's check what are the main headings in the syllabus. Number 1, Expressionism. Expressionism. This is a kind of ism. You have all heard of isms, isn't it? Words that are ending in ISM. Okay? I'm using a mouse to write on the screen, so it will not be technically correct. Ism. ISM-ൽ അവസാനിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഇതിനർത്ഥം ഇവയെല്ലാം തന്നെ ചില സാംസ്കാരിക മൂല്യമുള്ള ചില മൂവ്മെന്റ്സ് ആയിരുന്നു. Expressionism. Okay, that is first movement that we are going to discuss. We are going to discuss about Expressionism today. Then number 2 is Cubism/Surrealism. ഇതും മറ്റൊരു മൂവ്മെന്റ് ആണ്. And finally, we are also going to discuss about postmodernism. Postmodernism, മലയാളത്തിൽ ഉത്തര ആധുനികത എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ആധുനിക ലോകത്തിന് ശേഷം വരുന്ന ഉത്തരാധുനിക കാലഘട്ടം. That is postmodernism. Now, we are going to start with Expressionism. Okay, I think the teacher who is taking module 1 might have already started the module 1, but since this is a continuation of the first module, anyhow, I'm going to start with number 1, Expressionism. Now let's check what are the things that are written under that. Expressionism, Munch, The Scream. എഡ്വേർഡ് മഞ്ച് എന്ന ചിത്രകാരൻ വരച്ച പ്രശസ്തമായിട്ടുള്ള ചിത്രമായ സ്ക്രീം എന്ന ചിത്രം നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. കാരണം that particular painting, it is an example of Expressionism. Right, that is an example of Expressionism. All right. So this is very much interconnected, right? And then
Under Expressionism, we will also be we'll also be watching this YouTube video on the Cabinet of Dr. Caligari, which is a short film directed by Robert Wayne. Okay, and it is said that it is based on Expressionism. ഇതും Expressionism എന്ന ആ ഒരു തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചതാണ് എന്നാണ് വിശ്വാസം. Now, let's first explore what is Expressionism. Are you able to hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Are you able to hear me? Yes, sir. Okay. Now, let's go and read about Expressionism. But before going into Expressionism, I want you to show some paintings of Raja Ravi Verma, which as Malayalis, you are all familiar with. All right. Now, let's take this particular painting of Goddess Saraswati. Okay, I think this is a very popular painting, right, of the goddess, and you can see the goddess with the veena, right, and ഇതിലുള്ള ഒരു സ്ത്രീ രൂപത്തിനെ നമ്മൾ മനസ്സിലാക്കുന്ന അതേ രീതിയിൽ നമ്മൾ കാണുന്ന സ്ത്രീ രൂപം പോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇതിൽ വരച്ച് കാണിച്ചിരിക്കുന്നത്. And also, let's also take this particular painting where a lady is carrying a lamp. Okay, ഇതിലും ഈ ഒരു ചിത്രത്തിലും വിളക്കും അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന വെളിച്ചവും ഒക്കെ അത് ആ വസ്ത്രത്തിൽ തട്ടിയിരിക്കുന്ന രീതിയും ഒക്കെ ഒരു ഫോട്ടോഗ്രാഫിന് തുല്യമെന്നോണം വളരെ ഭംഗിയാർന്ന രീതിയിൽ ഒപ്പിയെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാറ്റ് അടിച്ച വിളക്ക് അണയാതിരിക്കുവാൻ കൈ പിടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അതിൽ വരച്ചു കാണിച്ചിരിക്കുന്നു. So, these are all examples of realistic paintings. But let's check some more realistic paintings from the world in the internet. Now, here are some other realistic paintings. You can see over here, there are more realistic paintings. For example, you can look at this painting where an orange is peeled. വളരെ സത്യസന്ധമായി തന്നെ അതിൽ വരച്ചു കാണിക്കുന്നു ഓറഞ്ച് പീൽസ്, റൈറ്റ്. സോ എന്താണ് റിയലിസം എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. റിയലിസം മീൻസ് സംതിങ് ദാറ്റ് ഇസ് റിയൽ. ഫോർ എക്സാമ്പിൾ, യു ആർ ടേക്കിംഗ് എ ഫോട്ടോഗ്രാഫ് ആൻഡ് യു ക്ലിക്ക് ദ tree or a person as it is. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിൽ ഒരു ചിത്രത്തിലേക്ക് നമ്മൾ ആ ഒരു കാര്യത്തിനെ വരച്ച് കാണിക്കുമ്പോൾ അതിനെ റിയലിസം എന്ന് പറയുന്നു. സോ റിയലിസം is actually a presentation of the real events as you see in the real world. യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഒളിവോ മറവോ ഒന്നുമില്ലാതെ ഒരു മാറ്റങ്ങളോ ഇല്ലാതെ ആ ഒരു ചിത്രകാരൻ അതിനെ അതുപോലെ പ്രസന്റ് ചെയ്യുന്ന രീതിയെ ആണ് റിയലിസം എന്ന് പറയുന്നത്. Right. Now, if you really want to explore more on realism, you can Google it and study more about realism. But the present class is not about realism. We are going to read about something else. Okay. So let's go into that. Give me 1 minute so that I can go to that note. Okay. So today we are going to read Expressionism. Okay, and what is Expressionism? Expressionism comes from the word expression. എന്തെങ്കിലും ഒരു ആശയത്തിനെ ചടുലമായ വരകൾ കൊണ്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയാണ്, പെയിന്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് എക്സ്പ്രഷനിസം. ഓക്കെ, എക്സ്പ്രഷനിസം എന്താണ് എന്ന് പഠിക്കുന്നതിന് മുൻപായിട്ട് ലെറ്റ്സ് ഗോ ആൻഡ് സീ ആൻ എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിംഗ്.
പുരാതന കാലങ്ങളിൽ ഒന്നും തന്നെ എക്സ്പ്രഷനിസം എന്ന രീതി അവലംബിച്ചിരുന്നില്ല. In the traditional times, we had only realistic paintings, as you had seen of Raja Ravivarma. രാജ രവിവർമ്മ യഥാർത്ഥ ജീവിതത്തിൽ കാണുന്ന അതേ രൂപത്തിൽ ആണ് സ്ത്രീകളെയും പുരുഷന്മാരെയും വൃക്ഷങ്ങളെയും വീടുകളെയും ഒക്കെ തന്നെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് as റിയലിസം. യഥാർത്ഥത്തിൽ കാണുന്ന അതേപോലെ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് before moving into Expressionism, I want to tell you that Expressionism is rather a new movement, as is said in the note that is given to you. It is a 20th century phenomenon. As we all know, we are now living in the 21st century. നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. 20ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസം, 20ാം നൂറ്റാണ്ടിന്റെ തുടക്ക കാലത്തുണ്ടായിരുന്ന ഒരു പ്രതിഭാസമായിരുന്നു എക്സ്പ്രഷനിസം. ഞാൻ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുമ്പോൾ ഞാൻ പാശ്ചാത്യരുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒരു പക്ഷേ എക്സ്പ്രഷനിസം എന്ന ഈ ഒരു ചിത്രരചന രീതി ഭാരതത്തിൽ വളരെ ഏറെ നാളുകൾക്ക് ശേഷമായിരിക്കാം പരീക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ വളരെ മുൻപ് തന്നെ ഇവ പരീക്ഷിക്കപ്പെട്ടിരുന്നായിരിക്കാം. അതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ പാശ്ചാത്യരുടെ കാഴ്ചപ്പാടിൽ നിന്ന് എന്താണ് എക്സ്പ്രഷനിസം എന്നാണ് പരിശോധിക്കുന്നത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഈ ഒരു വീക്ഷണം പ്രത്യേകം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. എക്സ്പ്രഷനിസം, ഐ ടോൾഡ് യു, ഈസ് എ 20th century ആർട്ട് മൂവ്മെന്റ്. യൂറോപ്പിൽ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആവിർഭവിച്ച ഒരു പെയിന്റിംഗ് രീതിയാണ് എക്സ്പ്രഷനിസം. യൂറോപ്പിന്റെ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താണെന്ന് പറയാം. Now, when you think about the early 20th century in Europe, you come across certain ideas in your mind. നിങ്ങളുടെ മനസ്സിൽ ചരിത്രം പഠിച്ചിരുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ, എസ്പെഷ്യലി ഇൻ ദ 9th standard and in 8th standard or in the 10th standard, you have all studied about world history. ലോക ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങളോട് ചരിത്രം പഠിപ്പിച്ച അധ്യാപിക പറഞ്ഞു കാണും, 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലായിരുന്നു ലോക മഹായുദ്ധങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Have you heard about this? Can you tell me? Have you heard about it? Yes. Have you heard about the world wars? Yes, sir. Okay. ലോക മഹായുദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു യുദ്ധങ്ങൾ, സ്വാഭാവികമായിട്ട് യുദ്ധം എന്ന് പറയുമ്പോൾ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു യൂറോപ്പിനെ സംബന്ധിച്ച് ലോകമഹായുദ്ധം എന്ന് പറയുമ്പോൾ. തീർച്ചയായിട്ടും നമുക്ക് ഗൂഗിളിൽ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ലെറ്റ് സെർച്ച് ഫോർ സം pictures about world wars. Okay. Okay, now we have got some paintings. Look at these. Destruction, the rate of devastation. നാശനഷ്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരങ്ങളുടെ ചിത്രമാണ് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആ ചിത്രങ്ങൾ, 1-2 ചിത്രങ്ങൾ നമുക്ക് നോക്കാം. കണ്ടോ? വലിയ നഗരങ്ങൾ നിലം പരിശായിരിക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റൊരു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഈ ഒരു ചിത്രം വളരെയധികം വ്യത്യസ്തതകൾ നിറഞ്ഞിരിക്കുകയാണ്. ചുറ്റുപാടും നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന് നടുക്ക് ഒരു സ്ത്രീ ജീവന് വേണ്ടി വിലപിച്ചുകൊണ്ട് പലായനം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. കയ്യിൽ കിട്ടിയ
സാമഗ്രികൾ മാത്രം എടുത്ത് ഒരു പക്ഷേ ഇവരുടെ കുടുംബം നഷ്ടപ്പെട്ടിട്ടുണ്ടായേക്കാം. അപ്പോ ലോകമഹായുദ്ധം എന്ന് പറയുമ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ച് അത്ര നല്ല ഒരു കാലഘട്ടമായിരുന്നില്ല. ഇതാ മറ്റൊരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. വളരെ ഉയരമുള്ള കെട്ടിടങ്ങൾ വരെ, അതായത് വാസയോഗ്യമല്ലാതെയായി മാറിയിരിക്കുന്നു. See, look at all these paintings. And now, കണ്ടോ, യുദ്ധ ഭടന്മാർ തയ്യാറെടുത്ത് നിൽക്കുന്ന ചിത്രം. ഇതാ മറ്റൊരു ചിത്രം. നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന ചിത്രങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതാ ധാരാളം ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. And another image. See? സോ ലോകമഹായുദ്ധത്തിനെ കുറിച്ച് നമുക്ക് യൂറോപ്പിനെ സംബന്ധിച്ച് പറയുവാനുള്ളത് അത്ര നല്ല കാഴ്ചപ്പാടുകളല്ല എന്നുള്ളത് ഈ ചിത്രങ്ങളിൽ നിന്നും വളരെ പ്രകടമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണുവാനായിട്ട് സാധിക്കും. നാശനഷ്ടങ്ങൾ മാത്രമല്ല, ഉറ്റവരുടെ നഷ്ടം കൂടി ഈ ഒരു കാലഘട്ടത്ത് ഉണ്ടായിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനെ അടിസ്ഥാനപ്പെടുത്തി എഡ്വേർഡ് മഞ്ച് എന്ന പ്രശസ്തനായ ചിത്രകാരൻ വരച്ച ഒരു എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ്ങിനെ ഒന്ന് വിശകലനം ചെയ്യാം. നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം. നോക്കൂ, I hope you can see the screen. Can you see the screen? Can you see the screen? Are you able to see the screen? Screen കാണാമോ? Sir. Okay. ഈ ചിത്രം നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചിത്രം ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. We won't be able to understand this painting very immediately. If you look into this painting, you can see something in the foreground. ഏതൊരു ചിത്രം എടുത്താലും you will have a foreground, അതായത് ചിത്രത്തിന്റെ മുൻപിലും അതുപോലെ തന്നെ പുറകിലും ആ ഒരു ചിത്രത്തിന്റെ പ്രധാന ഫോക്കസിന്റെ പിന്നിൽ കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഫോർഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. Now you can see a human being. It is a human being, but this human being is not very beautiful to look at. നിങ്ങൾക്കുള്ളത് പോലെ നീണ്ട തലമുടിയോ അല്ലെങ്കിൽ മനോഹരമായ പുരികങ്ങളോ വളരെ മനോഹരമായ മൂക്കോ വായയോ ഒന്നും തന്നെ കാണുവാനില്ല. ഏകദേശം ഒരു തലയോട്ടിക്ക് സമാനമായ ഒരു മുഖഭാവമാണ് കാണുന്നത്. തീർച്ചയായിട്ടും nobody likes skulls. When you see skulls, we are afraid. We remember, we connote, we relate skulls with danger and death. മരണത്തിനെയും അപകടത്തിനെയുമാണ് പലപ്പോഴും തലയോട്ടികൾ സൂചിപ്പിക്കാറുള്ളത്. എന്ന് മാത്രവുമല്ല, വളരെ വിചിത്ര രീതിയിൽ ചെവി അമർത്തി, കൈകൾ ചെവിയിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് എനിക്ക് ജീവിതം ദുസ്സഹമാണ് എന്ന് പറയുകയാണ് ആ ഒരു ചിത്രം ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സ്പീക്കിംഗ് പെയിന്റിംഗ്. ദ പെയിന്റിംഗ് തന്നെ സംസാരിക്കുകയാണ്. ചിത്രവുമായിട്ട് കുറച്ചു നേരം ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ the painting is actually talking to you. It is expressing certain kind of emotions, certain kind of thoughts. ചില ചിന്തകൾ, ചില വിചാരങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്. എഡ്വേർഡ് മഞ്ച് ഈ ഒരു ചിത്രം വരച്ചത് യൂറോപ്പിന്റെ ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എന്നുകൂടി പറയുമ്പോൾ കൃത്യമായും ലോക മഹായുദ്ധം എന്താണെന്നും അതിൻ്റെ പിന്നീട് വന്ന അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് വന്ന ദുരനുഭവങ്ങളും അറിയുമ്പോൾ ഈ ചിത്രം കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. You are now living in during the time of pandemic. പാൻഡമിക് കാലഘട്ടത്താണ് ജീവിക്കുന്നത്. പരിചയമുള്ള പലരും മൃതി അടഞ്ഞിരിക്കുന്നു.
നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ ധാരാളം മരണങ്ങൾ കൂടി കണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ വിദ്യാർത്ഥികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നഷ്ടങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ വ്യക്തികൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകമഹായുദ്ധത്തുണ്ടായ നാശനഷ്ടങ്ങളും മനുഷ്യർക്ക് വന്ന പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഒറ്റപ്പെടലുകളും ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലെ വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Are you able to hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you hear me? കേൾക്കാം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ വളരെയേറെ കാലിക പ്രസക്തിയുള്ള ഒരു പെയിന്റിംഗ് ആണ് എഡ്വേർഡ് മഞ്ചിന്റെ EDVARD, എഡ്വേർഡ് മഞ്ച്, MUNCH, എഡ്വേർഡ് മഞ്ചിന്റെ എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിംഗ് ആയ ദ സ്ക്രീം, അലർച്ച എന്നാണ് ഇതിന്റെ അർത്ഥം. ദ സ്ക്രീം, right. Now let's read a few notes that I had prepared for you. Expressionism is a 20th century art movement where the image of reality is presented distorted, thereby attempting to provide an artist perspective of perceiving the world and as well as her inner thoughts, feelings and concepts. വളരെ നീണ്ട ഒരു വരിയാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും ഐ വിൽ ട്രൈ ടു സിംപ്ലിഫൈ ഇറ്റ് ടു യു. ഒരിക്കലും ജീവിതത്തിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള ആ ഒരു എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ്സ് പലപ്പോഴും ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് പറയുന്നത്. ഡിസ്റ്റോർട്ടഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം അംഗഭംഗം വന്ന രീതിയിൽ. ഉദാഹരണത്തിന്, യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യതിചലിച്ചുകൊണ്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ലോകമഹായുദ്ധത്തിന് ശേഷം ഒറ്റപ്പെടിയിൽ അനുഭവിച്ച മനുഷ്യരുടെ പ്രതിനിധിയായിട്ടാണ് തലയോട്ടിയുടെ രൂപമുള്ള എനിക്ക് സഹിക്കുവാൻ വയ്യ എന്ന ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു മനുഷ്യനിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ തലയോട്ടിയുള്ള ഒരു മനുഷ്യനെ, നമുക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. ഒരു പക്ഷേ ഈ തലയോട്ടിയിലൂടെ കാണിച്ചു തരുന്നത് ആ കാലത്തുണ്ടാകുന്ന നഷ്ടബോധം, മനസ്സിലുണ്ടാകുന്ന നഷ്ടങ്ങൾ സഹിക്കുവാൻ വയ്യാതെ എല്ലും തോലുമായി പോയ ചില മനുഷ്യർ, അതുപോലെ തന്നെ ആഹാരമില്ലാതെ, പോഷക മൂല്യമുള്ള ആഹാരമില്ലാതെ ശരീരം തന്നെ തലയോട്ടിയെ പോലെ ശോഷിച്ചു പോയ, മുഖത്തിന്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ കഥയാണ് ഈ ഒരു എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ്ങിലൂടെ കാണിക്കുന്നത്. ഡിസ്റ്റോഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെയോ അല്ലെങ്കിൽ പ്രകൃതിയെയോ ഒക്കെ തന്നെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു കാലഘട്ടം തന്നെ മനുഷ്യന്, ഈ ഒരു കാലഘട്ടം തന്നെ നോക്കൂ, we cannot believe that such a kind of pandemic would spread and the colleges and schools would be shut. നമ്മൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകമഹായുദ്ധത്തിൽ നടന്ന ആ ഒരു അവസ്ഥയെ കുറച്ചുകൂടി വൈകൃതത്തോടുകൂടി തന്നെ, ഡിസ്റ്റോർട്ടഡ്, മാറ്റി കൊണ്ട് തന്നെ അതിനെ അതിലൂടെ നിങ്ങൾക്ക് ചില സന്ദേശങ്ങൾ പറഞ്ഞു തരികയാണ് എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിംഗ് ചെയ്യുന്നത്. ഇതിനായിട്ട് കൂടുതൽ ഈ ഒരു പെയിന്റിംഗ് പരിശോധിക്കേണ്ടി വരും. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദിസ് പെയിന്റിംഗ്. ഈ ഒരു പെയിന്റിംഗ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വസ്ത്രശൈലി നമുക്ക് നോക്കാം. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ dressing. If you look into the paintings of Raja രവിവർമ്മയുടെ പെയിന്റിങ്ങുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം സൗന്ദര്യം തുളുമ്പുന്ന രീതിയിലാണ് അതിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച്, വളരെ മനോഹരമായ ആഭരണങ്ങൾ ധരിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിനെയാണ് അതിൽ
ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ശരീരം തന്നെ എല്ലും തോലുമായി, ശരീരത്തിൽ തന്നെ ഒരു സൗന്ദര്യം നമുക്ക് കാണുവാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കറുത്ത നിറമുള്ള ഒരു ക്ലോക്കാണ്, ഒരു ഷേപ്പ് ഒന്നും പറയാൻ അവകാശപ്പെടാത്ത ഒരു വസ്ത്രമാണ് ഇവിടെ ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അതൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സങ്കല്പത്തിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. വി ആർ നോട്ട് വെരി ഷുവർ വെദർ the person who is presented there is a man or a woman. We do not know. മാത്രമല്ല ഇദ്ദേഹം ഒരു യാത്രയിലാണ് എന്നാണ് തോന്നുന്നത്. ഒരു വലിയ പാലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തില് വളരെ ആദ്യമേ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ദിസ് മീൻസ് the bridge and the lonely traveler, the lonely person, it represents, I believe it represents a person walking all alone in life. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി ഉറ്റവരും ഉടയവരുമൊക്കെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട് ഏകാഗിയായി നടക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങകലെ രണ്ട് വ്യക്തികൾ പിന്നിൽ നിന്നും നടന്നു വരുന്നുണ്ട്. പക്ഷേ അവരാരാണെന്ന് വ്യക്തമായിട്ട് അറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ആൻഡ് ലെറ്റ്സ് ലുക്ക് ഓൾസോ ഇൻ ടു ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് പെയിന്റിങ്. ഈ ഒരു മനുഷ്യന്റെ ചുറ്റുപാടുകൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഒരു പാലത്തിന് താഴെ ഒരു നദി ഒഴുകി വരുന്നുണ്ട്. ബട്ട് ലുക്ക് അറ്റ് ദ കളർ ഓഫ് ദ വാട്ടർ ഇൻ ദറ്റ് റിവർ. ഈ ഒരു നദിയിലെ ജലം പരിശോധിക്കുക. കറുത്ത നിറമുള്ള ജലമായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പൊതുവെ ജലത്തില് കറുപ്പ് പലപ്പോഴും ചിലപ്പോൾ രാത്രി കാലങ്ങളാണ് എന്ന് ചിലപ്പോൾ നമുക്ക് സംശയിക്കാം. പക്ഷെ ആകാശം നോക്കൂ, ആകാശത്തിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒരു സായാഹ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രഭാത സമയത്തുള്ള ആ ഒരു നിറങ്ങളുടെ ആ ഒരു ചാലിപ്പാണ് നമുക്ക് ആകാശത്തെങ്ങും കാണുവാനായിട്ട് സാധിക്കുന്നത്. ചുവന്ന നിറമാണ്, ചുവപ്പ് നിറം ഒരു പക്ഷേ ലോകമഹായുദ്ധത്തിലുണ്ടായ ആ ഒരു രക്തച്ചൊരിച്ചിലാകാം അതിലൂടെ ആകാശത്തിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ ആകാശവും അതുപോലെ തന്നെ കറുത്ത ജലം ഒഴുകുന്ന മരണത്തിന്റെ ജലമൊഴുകുന്ന നദി അല്ലേ, ഒക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിന്റെ ഇരുളുമയാണ് സൂചിപ്പിക്കുന്നത്. സോ ദിസ് ക്ലിയർലി ദ പെയിന്റിംഗ് ഈസ് എക്സ്പ്രസിങ് സംതിങ് ടുവേർഡ്സ് യു. വളരെയധികം സൗന്ദര്യമൊന്നും അവകാശപ്പെടുവാൻ പറ്റുന്നില്ലെങ്കിലും ഈ ഒരു ചിത്രം നിങ്ങളിലേക്ക് ചില ഇമോഷൻസ്, നിങ്ങളുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ കടത്തിവിടുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു പക്ഷെ അത്തരം ചിന്തകൾ കടത്തി വിടുന്നതിലാണ് ഈ ഒരു പെയിന്റിങ്ങിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഈ ഒരു പെയിന്റിങ്ങിന്റെ സൗന്ദര്യം തന്നെ ഈ ചിത്രം സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പെയിന്റിങ്ങിന്റെ ഒരു പ്രാധാന്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. Now this is a perfect example of a expressionist painting. All right. Now let's go into this note, but before that let me ask you, are you understanding? Manasilavunundo? Are you understanding anything? Yes, sir. Okay, now let's go into the next line. Seen in this light, expressionist painting and art tend to be related to the creative artist working of mind, intensely packed with emotions, and to the extent being mystical at the times. Expressionist paintingകൾ ഞാൻ പറഞ്ഞു ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലെ വിഷമങ്ങൾ പറയുന്നതിന്, എക്സ്പ്രസ് ചെയ്യുന്നതിന്, ആ ഒരു അവിശ്വസനീയമായിട്ടുള്ള ആ ഒരു യൂറോപ്പിലുണ്ടായ നാശനഷ്ടങ്ങളും മനുഷ്യർക്കുണ്ടായ നഷ്ടങ്ങളും മാനസികമായിട്ടുള്ള വ്യഥകളും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പെയിന്റിംഗ് തന്നെ ആവിർഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. യഥാർത്ഥത്തിലുള്ള ഫോട്ടോഗ്രാഫ്സിനെ പോലെ വേണമെങ്കിൽ ചിത്രകാരന് വരയ്ക്കാമായിരുന്നു അല്ലെ. യഥാർത്ഥത്തിൽ ആ ഒരു കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നതും നേരത്തെ കുറെ ഫോട്ടോഗ്രാഫ്സിൽ കാണിച്ച അതേപോലെ വേണമെങ്കിൽ ചിത്രകാരന് വരച്ചിടാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ്ങുകൾ, എന്തുകൊണ്ട് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിനെ
ഇത്തരത്തിലല്ലാതെ അഭംഗിയിലുള്ള സൗന്ദര്യത്തിലൂടെ പ്രകടിപ്പിക്കുന്നതിലല്ലാതെ മറ്റൊരു രീതിയിലും ആ ഒരു കാലഘട്ടത്തിനെ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ്ങുകൾ ഉപയോഗിച്ചത്. Now let's go more into the features of expressionism. Expressionismത്തിനെ കുറിച്ച് കൂടുതൽ നമുക്കറിയാം. Seen in this light, expressionist paintings and art tend to be relative to the creative artist working of mind. Expressionist പെയിന്റിങ്ങുകൾ പലപ്പോഴും ചിത്രം വരയ്ക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ പ്രവർത്തനം നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഈ പെയിന്റിംഗ് തന്നെ എടുക്കാം. എഡ്വേർഡ് മഞ്ചിന്റെ ഈ സ്ക്രീം, അലർച്ച എന്ന ഈ ഒരു പെയിന്റിംഗ് തന്നെ എടുക്കാം. ഇതിൽ നമുക്ക് ആ ഒരു എഡ്വേർഡ് മഞ്ചിന്റെ മനസ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് സഹിക്കുവാൻ എനിക്ക് വയ്യ എന്ന് ലോകമഹായുദ്ധത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള അവസരത്തിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്തയാണ് അദ്ദേഹം ഒരു പെയിന്റിംഗ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പെയിന്റിംഗ് നിങ്ങൾക്ക് കോളേജിൽ ഇംഗ്ലീഷ് BA-യുടെ വരാന്ത, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ വരാന്തയിൽ യു ക്യാൻ സീ ദിസ് പെയിന്റിംഗ്. ഇറ്റ്സ് പെയിന്റഡ് ഓൺ ദ വാൾ. മതിലിൽ തന്നെ ഇത് പെയിന്റ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ഒരു കോപ്പി കുട്ടികൾ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. When the college opens, you can come and see, or you can also watch in the Google if you research in the Google. Okay, search in the Google. Right now, and I told you it's related with the artist working of mind. ആ ഒരു കലാകാരന്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു. തീർച്ചയായും ഇറ്റ്സ് ഇന്റൻസ്ലി പാക്ഡ് വിത്ത് ഇമോഷൻസ്. ഇത്തരം പെയിന്റിങ്ങുകളിൽ ധാരാളം ഇമോഷൻസ്, സങ്കടം, വിഷമം, സന്തോഷം ഒക്കെ തന്നെ നമുക്ക് ആ ഒരു ചിത്രങ്ങളിൽ നിന്നും വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. And to the extent being mystical at times. ചിലപ്പോ നമുക്ക് മനസ്സിലാക്കുവാൻ ഇനിയും ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള നിഗൂഢതകൾ ഇതിൽ വീണ്ടും കാണും. ഇതിലും ദൂരെ അങ്ങകലെ ചില ബോട്ടോ മനുഷ്യരോ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടുതൽ ഈ ഒരു ചിത്രത്തിനെ പരിശോധിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വരികയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുവാനാണ്, കൂടുതൽ അർത്ഥങ്ങൾ അതിൽ നിന്നും വരുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇറ്റ്സ് വെരി മിസ്റ്റിക്കൽ. ഒരു പുകമറയുടെ പിന്നിലാണ് ഈ ഒരു ചിത്രം നിൽക്കുന്നത്. വെറും കോറിയിട്ട വരകളാണെങ്കിലും ഇത്രയധികം ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾക്കിത് ആദ്യം കണ്ടപ്പോൾ തോന്നിയില്ലല്ലോ. ഏതോ ഒരു കുട്ടി ക്രയോൺ എടുത്ത് വരച്ചതുപോലെയാണ് ആദ്യം നിങ്ങൾ കണ്ടത്. ഇത്രയേറെ അർത്ഥതലങ്ങൾ ഈ ഒരു ചിത്രത്തിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് മനസ്സിലായത്, അല്ലേ? Now let's move to the next point. Having mentioned the involvement of thoughts such as individual perspective, intense emotions, and being mystical helps us relate expressionism to the romantic ideals. ഈ ഒരു എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ്ങുകളുടെ അടിസ്ഥാന തത്വം ആ ഒരു വരച്ച വ്യക്തിയുടെ മനസ്സ് പഠിക്കുവാൻ സാധിക്കുന്നു. ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, ആ ഒരു ചിത്രകാരന്റെ വീക്ഷണം നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു, മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലൂടെ ആ കാലഘട്ടത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇന്റൻസ് ഇമോഷൻസ്, ആ ഒരു വരച്ചിരിക്കുന്നതിൽ ധാരാളം ഇമോഷൻസ് കൺവേ ചെയ്യുന്നുണ്ട്. സങ്കടം, എന്താ പറയുക, അങ്ങനെയുള്ള പല ഇമോഷൻസും ഇതിലൂടെ കൈമാറ്റപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. Now let's go to the second point. Though Expressionism had stretched itself across the contemporary era, it traces its origins from Vincent van Gogh. Vincent van Gogh ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ്ങുകൾ വരച്ചു തുടങ്ങുന്നത്. വിൻസെന്റ് വാൻ ഗോഗ്. സോ വെൻ യു ഗെറ്റ് എ ഫ്രീ ടൈം ടുഡേ, യു വിൽ ഹാവ് ടു ഗോ ടു ദ ഗൂഗിൾ ആൻഡ് ഗൂഗിൾ വിൻസെന്റ് വാൻ ഗോഗ്. വിൻസെന്റ് വാൻ ഗോഗിന്റെ ചിത്രങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മറ്റ് എക്സ്പ്രഷനിസ്റ്റ് പെയിന്റേഴ്സിന്റെ പേരാണ് വായിക്കുന്നത്. എഡ്വേർഡ് മഞ്ച്, ഹെൻറി മറ്റീസ്, ഹോർഹെ റോൾട്ട്, ബ്ലോ റേറ്റർ ഗ്രൂപ്പ്, ഇങ്ങനെ അനേകം പെയിന്റേഴ്സ് കൂടി ഉണ്ടായിരുന്നു. ഇതുകൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് മോർ ഓൺ സ്റ്റഡിങ് അബൌട്ട് എക്സ്പ്രഷനിസം.
എന്ന് മാത്രമല്ല, എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ് നിങ്ങളിപ്പോൾ കണ്ടു. ആ ഒരു പെയിന്റിങ്ങിൽ കണ്ട ചില കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി പറയാം. Expressionist painters employed intense, non-materialistic, non-naturalistic brushwork. ഒരു കൊച്ചുകുട്ടിയെ പോലെ വളരെ രാജാ രവിവർമ്മയുടെയോ മറ്റ് പഴയ കാല ചിത്രകാരന്മാരുടെ പെയിന്റിങ്സ് പോലെ വടിവൊത്ത രീതിയിലുള്ള ബ്രഷ് മൂവ്മെന്റ്സ് അല്ല, വളരെ അലക്ഷ്യതയിലുള്ള സൗന്ദര്യം ഇവർ കാണിക്കുന്നുണ്ട്. അലക്ഷ്യത, നോൺ നാച്ചുറലിസ്റ്റിക്, വളരെ അലക്ഷ്യമായിട്ട് തന്നെ മനഃപൂർവ്വം അവ അങ്ങനെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു കാലഘട്ടവും അത്രത്തോളം തന്നെ വിഹ്വലതമായിരുന്നു, അത്രത്തോളം വിഷമം നിറഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് നോൺ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള വരകളൊക്കെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹൈലി ടെക്സ്ചേർഡ് ആപ്ലിക്കേഷൻ ഓഫ് പെയിന്റിങ്, ഹൈ ആയിട്ടുള്ള ടെക്സ്ചേഴ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കണ്ടോ, ഒരു ഓറഞ്ച് കളറിന്റെ തന്നെ വിവിധ തരത്തിലുള്ള സ്ട്രോക്ക് പെയിന്റിങ് സ്ട്രോക്സ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ ടെക്സ്ചേർഡ് ആണ് വരകൾ, അതുപോലെ കുറികൾ, അതുപോലെ കൊച്ചു ബിന്ദുക്കൾ, ഇവയെല്ലാം ചേർന്നിട്ടാണ് ഇത്തരം പെയിന്റിങ്ങുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അത്തരം വരകൾ അല്ലെങ്കിൽ ലീനിയർ ആയിട്ടുള്ള വരകൾ, കണ്ടോ ആകാശത്ത് തന്നെ ഇങ്ങനെ ഒരു ചലനാത്മകമായിട്ടുള്ള വരകൾ, അതുപോലെ ആ ഒരു നദി, ആ ഒരു വിഷമത്തിന്റെ നദി, മരണത്തിന്റെ നദിയിലൊക്കെ നോക്കുമ്പോൾ തന്നെ ആ ഒരു ടെക്സ്ചറിങ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ഒരു കൊച്ചുകുട്ടി പെട്ടെന്ന് എന്തോ ക്രയോൺ എടുത്ത് വരച്ചതുപോലെ തോന്നുമെങ്കിലും എന്തൊക്കെയോ അവ അർത്ഥം പകർന്ന് നൽകുന്നുണ്ട്. Right. Furthermore, it employed glaring colors. കണ്ണിനെ ഒരു പക്ഷേ വളരെയധികം അസ്വസ്ഥമാക്കുന്ന നിറങ്ങൾ, കണ്ണിനെ അസ്വസ്ഥമാക്കുന്ന നിറങ്ങൾ എന്ന് പറയുമ്പോൾ, are you able to hear me? Can you hear me? Are you able to hear me? Yes, sir. Okay. കണ്ണിനെ അസ്വസ്ഥമാക്കുന്ന നിറങ്ങൾ എന്ന് പറയുമ്പോൾ, ഐ വിൽ ജസ്റ്റ് സ്റ്റോപ്പ് ദ ക്ലാസ് വിത്തിൻ 1 minute. കണ്ണിനെ അസ്വസ്ഥമാക്കുന്ന നിറങ്ങൾ ഒരു പക്ഷേ വളരെ തിരഞ്ഞെടുത്ത നിറങ്ങളൊന്നുമല്ല ഇതിൽ ഉപയോഗിക്കുന്നത്. അസ്വസ്ഥത നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ചിത്രം നമ്മളിലേക്ക് തരുന്ന ആ ഒരു ഊർജം അസ്വസ്ഥതയാണ്, ആ ഒരു കാലഘട്ടത്തിന്റെ അസ്വസ്ഥതയാണ് ചിത്രത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ടെക്സ്ചേഴ്സ്, ഇത്തരം കളറേഷൻസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. റൈറ്റ്. അതുപോലെ തന്നെ കോഴ്സ് ബ്രഷ് സ്ട്രോക്സ്, ആ ബ്രഷിന്റെ മൂവ്മെന്റ് ഒക്കെ തന്നെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രഷ് ചലിച്ചിരിക്കുന്നത് തന്നെ അതിലൂടെ നമുക്ക് നമുക്ക് ആ ഒരു ചിത്രത്തിനെ കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ, കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇവ വളരെ ശക്തമായിട്ടുള്ള ചില റെസ്പോൺസ് നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഈ ചിത്രം കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് വ്യക്തമായി തന്നെ ഒരു ആശയം, നീണ്ട ഒരു ചരിത്രത്തിലെ ആ ഒരു വരികൾ വായിച്ച് പരിശോധിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. We are just able to comprehend the kind of alienation, the loneliness, the sadness that was felt by the individuals of those times. Right. So, 1 minute. Okay. So, ഇത്രയുമാണ് എക്സ്പ്രഷനിസത്തിനെ കുറിച്ച് പറയുവാനുള്ളത്. This is all about expressionism. Now, we will wind up this class. Okay. So, I hope you had understood what is expressionism by now. Yes.